Hi Cadets and welcome back to my channel. Cadets 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ജൂലൈ 6 മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 26 ആണ്. ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. 17.5 വയസ്സ് മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എയർഫോഴ്സ് എക്സ് എന്ന് പറയുന്നത്. നല്ലൊരു ജോബാണ്. തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറെടുത്തിരിക്കണം. +2 പാസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ +2ൽ നിങ്ങൾക്ക് PCM ഉണ്ടായിരിക്കണം, എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും എയർഫോഴ്സ് എക്സിന് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഫുൾ കണ്ടിരിക്കണം. ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് 02/2027 ഇൻടേക്കിൻ്റെ എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിൻ്റെ പ്രോപ്പർ ഒഫീഷ്യൽ സിലബസ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള സിലബസ് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ എല്ലാ ടോപ്പിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡീഷണൽ പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സാം ഉണ്ട്. സ്റ്റേജ് 2ൽ എക്സാം ഒന്നും തന്നെ ഇല്ല. ഈ സ്റ്റേജ് 1ലുള്ള എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എയർഫോഴ്സ് എക്സിന് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികളും, എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും എല്ലാ കുട്ടികളും നല്ലപോലെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ 2027 01 ഇൻടേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ കട്ട് ഓഫ് കൂടി ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് 2025ലെയും 24ലെയും റിസൾട്ട് എടുത്താൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് 01/2027 ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നതിനെക്കുറിച്ച്. എയർഫോഴ്സ് എക്സിൻ്റെ കട്ട് ഓഫാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നോക്കി പോകാം. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിൻ്റെ സ്റ്റേറ്റ് കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ മെന്നിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 17.5 ആണ്. 17.5 ആയിരുന്നു ഒഫീഷ്യൽ കട്ട് ഓഫ്. ഇനി വുമൻ്റെ കാര്യം പറയുകയാണെങ്കിലോ 33.12 ആയിരുന്നു സ്റ്റേറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ്. അതിന് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വളരെ കുറവായിരുന്നു. വരും വർഷങ്ങളിൽ കട്ട് ഓഫിന് കുറച്ച് ഹൈ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വുമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കട്ട് ഓഫ് നല്ല രീതിയിൽ ഹൈ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ബോയുടെ കാര്യത്തിൽ കട്ട് ഓഫ് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിനെക്കാട്ടിയും കുറവാണ് ഈ തവണ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നോളജിന് വേണ്ടി മാത്രമാണ്. ഇത്രയും മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി എന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കരുത്. ഇതിനെക്കാട്ടിയും കൂടുതൽ മാർക്ക് നേടണം എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇത് ജസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് മാത്രമാണ്. നോളജിന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് ഇത്രയായിരുന്നു. ഈ തവണ എന്തായാലും ഇതിൽ കുറയരുത് ഒരിക്കലും. ഇതിൽ കൂടുക തന്നെ ചെയ്തിരിക്കണം എൻ്റെ മാർക്ക് എന്ന് ഓർത്ത് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. 70 മാർക്സിൻ്റെ എക്സാമാണ്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഇതായിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ കട്ട് ഓഫ്. ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും, ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് എക്സാമിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയാണെന്ന്. അത് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. നോക്കൂ, ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം. എയർഫോഴ്സ് എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരും, ഫിസിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇനി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് എക്സാമിന് തയ്യാറെടുത്താലും എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചില കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട്, സാർ ഞാൻ എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുകയാണ്, GK എന്തൊക്കെ പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണോ, റീസണിങ് പഠിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുമുണ്ട്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ എക്സാമിന് എന്തൊക്കെയാണ് വരുന്നതെന്ന് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എക്സാം ഡ്യൂറേഷൻ നോക്കൂ കുട്ടികളെ, 1 അവറിൻ്റെ എക്സാമാണ്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് അവിടെ 70 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എത്രയാണ് 70? 20 പിന്നെ 25 25 70 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? 0.25 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പർ ക്ലാസ്സുകൾ. ഈ ടോപ്പിക് എല്ലാം കവർ ചെയ്യും. 100% എല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിൻ്റെ സിലബസിൻ്റെ അപ്ഡേറ്റഡ് കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സ് നമുക്ക് നോക്കാം. ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്, കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മോഷൻ ഓഫ് സിസ്റ്റം, ഗ്രാവിറ്റേഷൻ,
properties of organic matter, thermodynamics, behavior of perfect gases, oscillation and waves, electrostatics, current, electricity, magnetic effect, electromagnetic induction, electromagnetic waves, optics, dual nature of matter, atoms and nucleus, electronic devices. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഏത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. +2 ബേസ്ഡ് ക്ലാസ്സാണ് നിങ്ങളിവിടെ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ആർമി NAയുടേതോ ആർമി ടെക്നിക്കലിൻ്റെയോ ക്ലർക്കിൻ്റെയോ ക്ലാസ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പ്രോപ്പർ +2 ബേസ്ഡ് ക്ലാസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേ രീതിയിലുള്ള ക്ലാസ്സുകളും ഇതേ രീതിയിലുള്ള ഫുൾ സിലബസ് അനുസരിച്ച ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സാം നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും സെൽഫായിട്ട് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും മറ്റെവിടെയെങ്കിലും പഠിക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇത്രയും ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് മാത്സിൻ്റെ കാര്യം നോക്കാം. നോക്കൂ കുട്ടികളെ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, ഇൻവേഴ്സ് trigonometry, complex numbers and quadratic equation, condition system, permutation combination, binomial theorem, പിന്നെ sequence and series, straight line family of lines, circles and family of circles, പിന്നെ conic section, 3-dimensional geometry, matrices and determinants, limits and continuity, differentiation, application of derivatives, indefinite integrals, different integrals, application of integrals, പിന്നെ differential equation, vectors, probability, statistics. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. ഓരോ ദിവസവും ഇത് കറക്റ്റായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെപ്റ്റംബർ 22 മുന്നേ തന്നെ ഈ സിലബസ് എല്ലാം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എയർഫോഴ്സ് എക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുട്ടികൾക്കും വൈക്യു അപ്ലൈ ചെയ്യാം. അപ്പോൾ മിക്ക കുട്ടികളും രണ്ടിനും തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ രണ്ടിനും തയ്യാറെടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ വേണം. സ്മാർട്ട് സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം എല്ലാ കുട്ടികളും പഠിക്കേണ്ടത്. അപ്പോൾ മാത്സിൻ്റെ കാര്യം മനസ്സിലായ ഇത്രയും ടോപ്പിക്സ് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കൂ കുട്ടികളെ. ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ടെൻസ്, പ്രോനൗൺ, നരേഷൻ, വോയിസ്, പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, കൺജങ്ഷൻ, നൗൺ, പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റീവ് വെർബ് എഗ്രിമെൻറ്റ്, മോഡൽ വെർബ്സ്, സെൻറ്റൻസ്, അഡ്ജക്റ്റീവ്സ്, ഇഫ് ക്ലോസ് ആൻഡ് വൊക്കാബുലറി സെക്ഷൻ. വൊക്കാബുലറി സെക്ഷനിൽ തന്നെ ഒത്തിരി പാർട്ടുണ്ട്. അനോണിയംസ് ഉണ്ട്, സിനോണിയംസ് ഉണ്ട്, വൺ വേർഡ് ഉണ്ട്, മിസ്പെൾട്ട് ഉണ്ട്. ഇതേ രീതിയിൽ ആ സെക്ഷൻ എല്ലാം തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങളും എയർഫോഴ്സ് എക്സിന് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് അനുസരിച്ച് നിങ്ങൾ ഈ തവണ കട്ട് ഓഫ് 17 വന്നേക്കുന്നത്, അല്ലെങ്കിൽ 30 വന്നേക്കുന്നത്, 35 വന്നേക്കുന്നത്, ടോട്ടൽ മാർക്സ് 70. അപ്പോൾ എനിക്ക് എന്തായാലും 35 അല്ലാതെ തന്നെ കിട്ടും എന്നും പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം ഞാൻ ഷെയർ ചെയ്ത ഓൺലി നിങ്ങളുടെ സ്റ്റേജ് 1 കട്ട് ഓഫ് മാത്രമാണ്. ഇതിനുശേഷം പിന്നെ സ്റ്റേജ് 2 ഉണ്ട്, പിന്നെ PSL ഉണ്ട്, എൻറോൾമെൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരു കട്ട് ഓഫ് വരും. ആ കട്ട് ഓഫ് വരുമ്പോൾ എത്ര കുട്ടികളാണ് സ്റ്റേജ് 2-നുള്ളത് അത്രയും കുട്ടികളുടെ എല്ലാം കൂടി അപ്ഡേറ്റ് വെച്ചിട്ടാണ് പിന്നെ ഒരു കട്ട് ഓഫ് വരുന്നത്. അതെന്തായാലും ഇതിനെക്കാട്ട് ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. ക്ലിയർ ആയാലും അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ പ്രീവിയസ് ഇൻടേക്കിലൊക്കെ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ നല്ലപോലെ ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ വിജയ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എയർഫോഴ്സ് 02/2027 ഇൻടേക്കിനായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ ലെവൽ എത്രയാണെന്ന്. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. ആ ഒരു ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. എന്നാൽ മിക്ക കുട്ടികൾക്കും അവരുടെ വീക്ക് പോയിൻ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ എയർഫോഴ്സ് എക്സിൻ്റെ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിക്ക് ലഭിച്ച മാർക്കായിരിക്കും 8, 10, 15. അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ വീക്ക് സെക്ഷൻ ഏതാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മളിവിടെ നിന്ന് എയർഫോഴ്സ് എക്സിൻ്റെ 20, വൈഡ് 30, മെഡിക്കൽ അസിസ്റ്റിൻ്റെ 30 മോക്ക് ടെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഇത് പ്രീവിയസ് ഇൻടേക്കിൽ, അതായത് 2026 ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും മറ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സിൻ്റെ ഫീസ്, വൈഡ് ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല രീതിയിൽ പഠിച്ച എല്ലാ കുട്ടികളും മുന്നോട്ട് പോവുക. കുട്ടികളെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോളിംഗ് ഫെസിലിറ്റി മാത്രമാണുള്ളത്. ഇതിനകത്താണ് വാട്സപ്പ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാം. വാട്സപ്പ് ആണെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ കോൾ ചെയ്താലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ പരമാവധി
കോൾ ചെയ്യുക ഈ നമ്പറിൽ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു നമ്പറിൽ. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ 22-നാണ്. നല്ലപോലെ എല്ലാവരും പഠിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.